നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയും വലിയ പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിൽ നടന്നിട്ടും ഇത്രയും വലിയ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടും നടി മഞ്ജു വാര്യറിന് ഒരു കുലുക്കവുമില്ല. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും പറയാനേ ഇല്ല എന്ന് വേണം പറയാൻ. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപിന്റെ പങ്കും പുറത്തു വന്നിട്ടും മഞ്ജു വാര്യർ ആയിരുന്നു ആദ്യം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത്. പിന്നാലെ നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെ മഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. പിന്നാലെയാണ് പിണറായി വിജയനെ സമീപിച്ചതിനെ തുടർന്ന് രാജ്യത്തെ ആദ്യമായി ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിച്ചത്. അതാണ് ഹേമ കമ്മിറ്റി. എല്ലാ സ്ത്രീകൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യുക, അതായിരുന്നു വനിതാ കൂട്ടായ്മയുടെ ലക്ഷ്യം. എന്നാൽ വിമൺ ഇൻ സിനിമ കളക്ടീവിന് കിട്ടിയ ആദ്യ പ്രഹരമായിരുന്നു മഞ്ജു വുമൺ ഇൻ സിനിമ കളക്ടീവിൽ നിന്ന് പിന്മാറിയത്. എന്നാൽ ഇതുവരെ മഞ്ജു വാര്യർ അമ്മയിൽ നിന്ന് എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന ചോദ്യവും ഉയരുകയാണ്. മഞ്ജു വാര്യരെ മുന്നിൽ നിർത്തിയായിരുന്നു WCCയുടെ തുടക്കം. പിന്നീട് എന്തുകൊണ്ടാണ് മഞ്ജു അതിൽ നിന്നും പിന്മാറിയത് എന്നും നിശബ്ദയായി പോയത് എന്നും അതിനുള്ള കാരണം എന്താണ് എന്നും ചോദിക്കുന്നു. അതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ച നടൻ ആസിഫ് അലി രംഗത്ത് വന്നത്. എന്തായാലും ഈ പ്രതികരണം എല്ലാവരുടെയും നിന്ന് തേടുകയാണ്. അതായത് ആസിഫ് അലി പ്രതികരിച്ചിട്ടുണ്ട്, അങ്ങനെ നിരവധി നടന്മാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ മഞ്ജു വാര്യർ ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടും ഇല്ല. ആസിഫ് അലി പറയുന്നത്, തീർച്ചയായും അത്തരത്തിലൊരു കൃത്യമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ സഹപ്രവർത്തകയ്ക്കൊപ്പം തന്നെയായിരിക്കും ഞാൻ നിൽക്കുക എന്ന് പറയുകയാണ്. മഞ്ജു വാര്യർ എന്തുകൊണ്ട് ഇപ്പോൾ നിശബ്ദത പുലർത്തുന്നു എന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നു എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. അവർക്ക് എല്ലാ പിന്തുണയും നൽകും എന്നും നടൻ അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വായിക്കാതെ കൂടുതൽ പറയാൻ കഴിയില്ല എന്നും സിനിമാ രംഗത്ത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണം, മൊഴി നൽകിയവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് എന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും ആസിഫ് അലി പറഞ്ഞിരുന്നു. എന്നാൽ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ നിശബ്ദത പാലിക്കുകയാണ്. മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ എല്ലാം ഉള്ളത്. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC ഉന്നയിക്കുന്ന ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ശരിവെക്കുന്നുണ്ട്. WCC അംഗങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. WCCയിലെ അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കുന്നില്ല എന്ന് നിരവധി പേർ പറയുകയും ചെയ്യുന്നുണ്ട്. പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനാൽ WCC അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ധൈര്യപ്പെടുന്നുമില്ല. ചില നിർമ്മാതാക്കൾ WCC അംഗങ്ങളെ തന്റെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നുമില്ല. അത് അമ്മ സംഘടനയിലുള്ളവരെ ചൊടിപ്പിക്കുമെന്ന് ഇവർ ഭയക്കുന്നുണ്ട് എന്നും പറയുന്നു. എന്തായാലും മഞ്ജു വാര്യറിന്റെ ഈ നിശബ്ദത ഇപ്പോൾ മലയാളികൾ ചർച്ച ചെയ്യുകയാണ്.